നിന്നെ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോടെ. എവിടെ നിന്റെ നാട്? ഞാൻ ബാക്കിയേ ചെയ്യാം. അമ്മ മുഴ എടുത്തിടാ. ആ ആ ശാവന്തിരിച്ച പേരത്തെ പിടിച്ച സാധനങ്ങളാണ്. 5 രൂപ ലാഭം നോക്കി അത് വാങ്ങിച്ച് നിന്നല്ലേ. അവരൊക്കെ ജീവിക്കണ്ടേ? നിനക്ക് വേറെ പണിയില്ല. ഇത് ഉടക്കോട്ട് കൂറ് വെച്ച് വിൽക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ വെച്ചിട്ട് ഞാൻ വിറ്റ് കാശ് തരും. ഇത് വിൽക്കാനല്ല, വീട്ടിലേക്കാ കറിയൊക്കെ. അതൊട്ട് ചെയ്യും സാർ. എൻ്റെ അടുത്ത് മഴ കണ്ടപ്പോൾ ഞാൻ കരുതി വെള്ളം പിന്നെയും പൊങ്ങുമെന്ന്. ഏതായാലും തുച്ചിട്ട പോലെ മഴ അങ്ങ് നിന്നു. പിന്നെയും മഴ പെയ്യുന്ന ആളുകളൊക്കെ പറയുന്നു. പിന്നെ അമ്മയ്ക്ക് വെള്ളം പേടിയാന്ന് ന്യായം പറഞ്ഞ് അവിടെ ഇരിക്കരുത്. കഴിഞ്ഞോട്ടത് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ആളുകൾ വന്നാ വിളിച്ചോണ്ട് വന്നത്. നമ്മൾ വീട്ടിനകത്ത് അങ്ങനെ വെള്ളം കയറില്ല. അത് അങ്ങനെ വന്നാൽ നീ ഇനി പോരണം. നമുക്ക് പിന്നെ അമ്മ കൊണ്ടുവന്നാൽ പോരെ. അതങ്ങനെ ഫോൺ മേടിക്കാൻ പറഞ്ഞാൽ മേടിക്കത്തില്ല. ഞാനിന്നലെ അമ്മേനെ കൊണ്ട് കൊണ്ടുവരാൻ നോക്കിയതാ, അവൾക്ക് പറ്റണില്ല. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് അങ്ങോട്ട് പോരുന്നത്? പോരാത്തന്നെ ഇന്നലെ അമാവാസി. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് ഇന്നലെ ക്യാമ്പിലേക്ക് നമ്മളും കൂടും കൂടും എടുത്ത് ഓടിയതാ. അതെ, ആശാൻ അവിടെ റിസോർട്ട് പണിയിട്ട് ആ സ്ഥലം ചോദിച്ചപ്പോൾ അങ്ങ് കൊടുത്തുകൂടായിരുന്നു. 2 കിലോ ഗോതമ്പ്, 2 കിലോ അരി. ആ വയ്യാത്ത തള്ളയും കൊണ്ട് അവിടെ കിടക്കാതെ ഇക്കര ആ കാശിന് നല്ല വീടും വരെ കിട്ടൂലേ. തേങ്ങ കിട്ടുമോ? ഒരു 10-20 എടുക്കാം. നമ്മുടെ വിശ്വാസം ചേട്ടനാ ഗണപതിയമ്പലത്തിൽ അടിക്കാനായിട്ടുള്ള. കൊണ്ടുവരാം. എന്നെ തിരിയും വേണേ. ആ ഇതാ ഇതാ കണ്ണാ, ഇതാ ചക്ക വീട്ടോട്ട് എടുക്ക്, അവിക്കാൻ പറ. കല്യാണം പോലും കഴിക്കാതെ ആ തള്ളയെ നോക്കി ജീവിക്കുക പാവം. ആ കൊച്ചിനെ കെട്ടിക്ക് വിടാൻ ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ട്? കുട്ടിക്കാലത്ത് കിടന്ന സംഭവം എല്ലാവർക്കും അറിയാലോ.
പിന്നെ ആരും ഒന്ന് കേട്ടെ, ഒരു കാലത്ത് എന്ത് പ്രതാപമുള്ള തറവാട്ടുകാരായിരുന്നു. കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ വന്നിരുന്നു. പിന്നെ ആ ചന്ദ്രനെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ തിരിച്ചുപോയി. ഞാൻ നാളെ തിരിച്ചു പോകും. നാളെ അച്ചാച്ച മരിച്ചപ്പോൾ പെട്ടെന്ന് വന്നു. മോളെ കൊണ്ടുവന്നില്ലേ? നമുക്ക് അവിടെ സ്കൂളിൽ പരീക്ഷയില്ലേ, ഷാർജയിൽ അവളുടെ ചേട്ടൻ്റെ വീട്ടിലാക്കിയിട്ടാണ്. നിനക്കിവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലേ? പഴയ ദുസ്വപ്നമൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലൊന്നുമില്ല. എന്നെ നിനക്ക് എൻ്റെ ഒപ്പം വന്നാൽ മതിയായിരുന്നു. ആ നിനക്ക് എന്നെ കാണുമ്പോൾ തോന്നുന്നു നമ്മില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം. നമുക്കിത്ര മതി. കഴിഞ്ഞ 10-25 കൊല്ലമായി നീ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.